ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ സ്കൂളിലുള്ള എൻ്റെ ഒരു ദിവസത്തെ ഇടയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കും. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യും കേട്ടോ. അങ്ങനെ നമ്മൾ സുബഹി നിസ്കാരം ഓത്തൊക്കെ കഴിഞ്ഞപ്പോൾ അടുക്കളയ്ക്ക് ഇറങ്ങിയേക്കാണ്. പിന്നെ നമ്മളിന്ന് രാവിലത്തെ ചായക്കടി അപ്പമാണ് കേട്ടോ, അരി അരച്ച അപ്പം. ഇത് മലപ്പുറം ഭാഗത്തുള്ളവരൊക്കെ രാവിലത്തെ ചായൻ്റെ കടി മിക്കവാറും വീടുകളിൽ തന്നെ ആവും കേട്ടോ, ഈ അരി അരച്ച അപ്പം. അപ്പോൾ അത് ഞാൻ അപ്പമൊക്കെ ഓരോന്ന് ചുട്ടെടുക്കുകയാണ്. പിന്നെ നമ്മൾ അപ്പം ഓരോന്ന് പാരുമ്പോഴും മാവ് ഇങ്ങനെ ഇളക്കിയിട്ട് വേണം കേട്ടോ പാർന്നെടുക്കാൻ, ഇല്ലെങ്കിൽ അതിൻ്റെ അടിയിൽ മാവ് ഊറി നിൽക്കും. അപ്പോൾ ഇത് കറി ഇതാ ഉള്ളിയും കിഴങ്ങും തക്കാളിയൊക്കെ ഇട്ടുകൊണ്ട് ഒരു കറി ഉണ്ടാക്കി കേട്ടോ. അതിൻ്റെ റെസിപ്പി ഒന്നും എടുത്തിട്ടില്ല. അങ്ങനെ ഇതാ നമ്മളെ അപ്പം ചൂടലൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ചോറിനുള്ള വെള്ളം ആ അടുപ്പത്ത് തന്നെ വെച്ച് കൊടുക്കാൻ കേട്ടോ. നല്ല തീയുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ സോബി ഇവിടെ മദ്രസക്ക് പോകാൻ ഒരുങ്ങി വന്നിരിക്കണ് ചായ കുടിച്ചാൻ. അങ്ങനെ ഇതാ ഓളെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഓളെ മദ്രസക്ക് പറഞ്ഞയച്ചപ്പോൾ ഞാൻ ചായ കുടിച്ചാൻ വേണ്ടി ഇരുന്നേക്കാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മളെ ചായടിയും കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ അടുപ്പിൽ വെച്ച വെള്ളം തിളച്ചിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കഴുകി വെച്ച അരി അതിൽ ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് ചോറാകുമ്പോൾക്ക് ഉപ്പേരി വെക്കാം. ഉപ്പേരിക്ക് നമ്മൾ കോവക്കയാണ് കേട്ടോ. കോവക്കാൻ തലേ ദിവസം തന്നെ അരിഞ്ഞ് വെച്ചിരുന്നു. സ്കൂളിലെ ദിവസം ഞാൻ അങ്ങനെ കാട്ടൽ, ഉപ്പേരിക്കുള്ളതും കറിക്കുള്ളതൊക്കെ തലേ ദിവസം രാത്രി തന്നെ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെക്കലാണ്. അപ്പോൾ അതാ ഞാൻ ഉപ്പേരിക്ക് ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിങ്ങനെ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തു കേട്ടോ. അത് ചൂടായപ്പോൾ നമുക്ക് അതിൽ കുറച്ച് കടുക് പൊട്ടിച്ചിങ്ങനെ, എന്നിട്ട് കോവക്ക അരിഞ്ഞത് ഇട്ട് കൊടുത്തുകൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചീരാപ്പറങ്ങിയും കൂടി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് സ്കൂൾക്ക് കോവക്കുപ്പേരി മുട്ട പൊരിച്ചതുമാണ് ആക്കാൻ കരുതിയത്. ഇവർ സ്കൂളത്തെ ചോറ് വാങ്ങൂല, ഇവിടുന്ന് ചോറ് കൊണ്ടുപോകലാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് കണ്ടാൽ അടച്ച് വെച്ച് വേവിക്കാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അത് അപ്പുറത്ത് അടുപ്പത്ത് മുട്ടയും കൂടെ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. ഇത് റിജിട്ടനൊന്ന് മുളകിടാതെ പൊരിച്ചെടുക്കാൻ കേട്ടോ, ഉപ്പും മാത്രം ഇട്ടിട്ട്. ആദ്യം പൊരിച്ചതിൽ ഉള്ളിയും മുളകൊക്കെ ഇട്ടേന്നു. അത് റിജുട്ടന് ഉള്ളിയും മുളകും ഇട്ട ഇഷ്ടമല്ല, ഓനുപ്പ് മാത്രം ഇട്ടിട്ടൊന്ന് പൊരിച്ചെടുക്കുകയാണ്. അപ്പോഴേക്കും ഇതാ നമ്മൾ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മളെ ഉപ്പേരിയും മുട്ടയൊക്കെ റെഡി ആയപ്പോക്കിന് ചോറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. തിളച്ച വേവണ അരിയാണ്, നമ്മളെ റേഷൻ കടയിലെ അരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. അങ്ങനെ ഇതാ നമ്മളെ ചോറൂറ്റിലൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ റിജുട്ടനെയൊക്കെ കുളിപ്പിച്ച് ഫ്രഷാക്കി ചായയൊക്കെ കുടിപ്പിച്ച് കാണ്ട് ഇപ്പോൾ ഇതാ മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ എൻ്റെ അടുത്ത പരിപാടി പോലെ ലഞ്ച് ബോക്സൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കലാണ്. സ്കൂളിലെ ദിവസം രാവിലെ ഭയങ്കര തിരക്കാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി പാഞ്ഞിട്ട് 9:30 ആകുമ്പോഴേക്കിന് എല്ലാം റെഡിയാക്കി എടുക്കണം. സ്കൂൾക്ക് പറഞ്ഞേക്കാനുള്ള കുട്ടികളും അമ്മമാരൊക്കെ അവസ്ഥ തന്നെയാവുമല്ലേ.
ഇവർക്ക് സ്കൂളിൽ ചോറും കൂട്ടാനൊക്കെ ഉണ്ടേ. ഇവരവിടുന്ന് വാങ്ങൂല. ഇവർക്ക് ഇവിടുന്ന് കൊണ്ടുപോകുക തന്നെ വേണം. അങ്ങനെ ദാ ലഞ്ച് ബോക്സൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിരിക്കണ്. പിന്നെ നമ്മൾ റിജുട്ടി LKG ആയതുകൊണ്ട് തന്നെ ഓന് ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് സ്നാക്സ് വേണം. അപ്പോൾ അതിനുള്ള ബിസ്ക്കറ്റും കൂടി ആക്കി കൊടുക്കുകയാണ്. അങ്ങനെ ഓൽക്കുള്ള സ്കൂൾക്കുള്ള ലഞ്ചൊക്കെ അവിടെ റെഡിയാക്കി വെച്ചേക്കണ്. ഇനിയിപ്പോൾ നമുക്കിന്ന് പച്ചമീനൊന്നും കിട്ടിയിട്ടില്ല. ഉണക്കൽ മീനാണ്. അതൊന്ന് മുറിച്ച് വെള്ളത്തിലിട്ട് വെക്കാമെന്ന് കരുതി. പിന്നെ പച്ചമീൻ ഇപ്പോൾ ഇതിലങ്ങനെ വരലില്ല. പിന്നെ ഇപ്പോൾ ഇത്രയും ദിവസം ഇറച്ചി തന്നെ അല്ലേനു. നമ്മൾ ഇന്നലത്തെ വരെ ഇറച്ചി തന്നെയായിരുന്നു. അപ്പം ഇനിയിപ്പോൾ ഇന്ന് ഉണക്കലൊക്കെ മതി എന്നല്ലേ കാണ്ട് അതൊന്ന് മുറിച്ച് വെള്ളത്തിലിട്ട് വെക്കട്ടെ. അപ്പോൾ അതവിടെ മുറിച്ച് ഉപ്പ് പോകാൻ വേണ്ടിയിട്ട് അവിടെ വെള്ളത്തിലിട്ട് വെച്ചിക്കണ്. ഇനിയിപ്പോൾ കറി ഉണ്ടാക്കുന്നത് വെണ്ടയ്ക്കയും തക്കാളിയാണ്. അപ്പോൾ വെണ്ടയ്ക്കയും തക്കാളിയും നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് അതും കൂടെ ഒന്ന് അരിഞ്ഞെടുത്ത് വെക്കട്ടെ. അങ്ങനെ ഇതാ നമ്മൾ വെണ്ടയ്ക്കയും തക്കാളിയുടെ അരിഞ്ഞ് വെച്ചിക്കണ്. അപ്പോൾ നമ്മൾ സോബിക്കുട്ടി ഇതാ മദ്രസ ഇട്ട് വന്നതാണ്ട് യൂണിഫോമൊക്കെ ചേഞ്ച് ആക്കി ചായ കുടിക്കാണ്. അങ്ങനെ ഇതാ ചായയുടെയൊക്കെ കഴിഞ്ഞപ്പോൾ സ്കൂളിൽ പോകാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോഴേക്കും ഇത് നമ്മളെ റിജുട്ടൻ്റെ വണ്ടിയും കൂടി എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓനും വണ്ടി കയറാൻ വേണ്ടിയിട്ട് ഉമ്മച്ചും വരണമെന്ന് പറഞ്ഞു കണ്ടാണ് നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ ഇതാ ഓനെയും കൂടിയും പറഞ്ഞേച്ച് നമ്മൾ മുറ്റടിച്ചെല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ അകത്തേട്ട് കയറിയത്. ഇനിയിപ്പം കറി ഉണ്ടാക്കലാണ് അടുത്ത പരിപാടി. നമ്മൾ വെണ്ടയ്ക്കയും തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ. അതിനായിട്ട് ഇതാ അപ്പം ഞാനൊരു ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തേക്കണ്. എനിക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തേക്കണ് കേട്ടോ.
ആദ്യം വെണ്ടയ്ക്ക ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. വെണ്ടയ്ക്ക ആദ്യം വറുക്കണത് കറിക്ക് കൊഴുപ്പില്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനത്തെ നമ്മളെ വെണ്ടയ്ക്കൊക്കെ വറുത്തു. ഇനിയിപ്പോൾ അതിക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുത്താണ്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്കുള്ള പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1.5 സ്പൂണ് മുളകും പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഇട്ട് ഇളക്കിയപ്പോഴാണ് ഓർമ്മ ആയത് ഉപ്പിട്ടിട്ടില്ലല്ലോ. അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് വെണ്ടയ്ക്ക ഒന്ന് വേഗണത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇനിയിപ്പോൾ അത് ആ കറിക്കുള്ള നാളികേരം ഒന്ന് ചിരകിയെടുക്കുകയാണ്. അങ്ങനെ നമ്മൾ നാളികേരമൊക്കെ ചിരകിയെടുത്ത് അരച്ചെടുത്തു കേട്ടോ. ഇതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ വെണ്ടയ്ക്കൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് അരച്ച് വെച്ച നാളികേരം അതൊക്കെ ഒഴിച്ച് കൊടുക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കേട്ടോ. അതും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനത്തെ നമ്മളെ കറിയൊക്കെ ഇവിടെ തിളച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് വറവിട്ടെടുക്കണം. അതിനിതാ ഒരു ചട്ടി അടുപ്പിൽ വെച്ചെടുത്ത് കണ്ട് എണ്ണ ഒഴിച്ച് ചൂടാക്കിയെടുത്തതാണ് കേട്ടോ. എനിക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവ ഒന്ന് പൊട്ടി വരുമ്പം കുറച്ച് കടുകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ ഇതാ കറി അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മീനൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ ഇതാ ഞാൻ അതിൻ്റെ അടിയിൽ മീനൊക്കെ ഒന്ന് മസാല കൂട്ടി വെച്ചിരുന്നു കേട്ടോ. എണ്ണ ചൂടായപ്പോൾ മീനൊക്കെ അത് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ മീനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലീനിങ് ആണ് അടുത്ത പരിപാടി. അകത്ത് കൂടെ ഒക്കെ ഒന്ന് അടിച്ചേരി തുടക്കുക. അങ്ങനെ നമ്മളെ ക്ലീനൊക്കെ കഴിഞ്ഞ് കുളിച്ച് ചോറൊക്കെ വെച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ അതാ കുട്ടികൾ സ്കൂളിട്ട് വരുമ്പോൾക്ക് പൂള പീങ്ങാന്ന് കരുതിയിട്ടോ ചായക്ക് കടി. ഇപ്പോൾ അതാ പൂളയൊക്കെ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് ഉപ്പ് ഇട്ട് കൊടുത്ത് കാണ്ട് അടുപ്പിൽ വെച്ച് കൊടുക്കുകയാണ്. ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. പിന്നെ നേരത്തെ പറഞ്ഞ മാതിരി സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുകൂടി സബ്സ്ക്രൈബും കൂടി ചെയ്തോളി. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബായ്. അസ്സലാമു അലൈക്കും.